നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാവരുടെ ജീവിതത്തിലും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ മാനസികമായും വേദനാജനകമായ പല സംഭവങ്ങളും നടക്കാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നും കടഭാരത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ എപ്പോൾ ഒരു ആശ്വാസം ലഭ്യമാകുമെന്നും അതുപോലെ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകുന്നതെന്നുമാണ് നിങ്ങൾ ഓരോ ദിവസവും കാത്തിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം സ്വർണ്ണ നാണയവും രണ്ടാമത്തെ ചിത്രം വെള്ളി നാണയവുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോഴും ഈശ്വര ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നും ഓർമ്മിപ്പിക്കുകയാണ്. നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ സ്വർണ്ണ നാണയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴാണ് ഒന്ന് സന്തോഷിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എപ്പോഴാണ് വിവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മറികടന്ന് പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്നത് എന്ന് ആലോചിക്കാത്തതായ ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല. അത്രത്തോളം മാനസികമായ പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ തീർത്തും വരുന്ന കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രം നിങ്ങൾക്കായിട്ട് പറയാൻ പോകുന്നത്. ധാരാളം കടഭാരങ്ങളുണ്ട്, ധാരാളം പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട്. ജീവിതത്തിൽ സമാധാനത്തോടും സന്തോഷത്തോടും കഴിയാൻ സാധിക്കാത്തതായ അവസ്ഥകളുണ്ട്. എപ്രകാരമാണ് എൻ്റെ ഈ കഷ്ടങ്ങൾ മാറുക, അല്ലെങ്കിൽ എൻ്റെ കടഭാരത്തിൽ നിന്നൊരു ഉയർച്ച കിട്ടുക, പഴയതുപോലെ എൻ്റെ ജീവിതം എപ്രകാരമാണ് നയിക്കാൻ കഴിയുന്നത് എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ തൊടുകുറി ശാസ്ത്രം പറയുന്നത് പഴയതുപോലെ നിങ്ങളുടെ ജീവിതം കടന്നു വരുവാനായിട്ട് കുറച്ചധികം സമയം എടുക്കും എന്നുള്ളതാണ്. അതായത് പണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതായ പല കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകൾ, കഷ്ടങ്ങൾ, കടഭാരങ്ങൾ ഇതൊക്കെ മാറ്റിമറിക്കപ്പെടുവാൻ ഈശ്വര സഹായത്താലും ഈശ്വര അനുഗ്രഹത്താലും മാത്രമേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കഷ്ടങ്ങളുടെയും കടഭാരങ്ങളുടെയും വേദനകളുടെയും ഒക്കെ അവസ്ഥകൾ ഇന്ന് ഏറ്റവും കൂടുതലാണ്. നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചവരിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന അപമാനങ്ങൾ, നിങ്ങൾ എപ്പോഴും കൂടെ കാണുമെന്ന് നിങ്ങൾ കരുതിയ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദനകൾ, ഇതൊക്കെ നിങ്ങളെ മാനസികമായി ഒരുപാട് തകർക്കുന്നുണ്ട്. എന്നാൽ ഈശ്വര സഹായത്താൽ വരുന്ന ഒരു 6 ആഴ്ചയ്ക്കകം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. കടഭാരങ്ങളെ കഠിനാധ്വാനത്തിലൂടെയും അതുപോലെ തന്നെ ബന്ധങ്ങളെ തീർത്തും അറുത്തു മുറിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ കടന്നു വരും. കാരണം ആരാണ് നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന വ്യക്തമായ ധാരണയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കടക്കാരായതെന്നും നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സമൂഹത്തിൽ തല കുനിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുന്നതെന്നും ഒക്കെ ചിന്തിച്ച് മാത്രം മറ്റുള്ളവരോട് പെരുമാറുക. തീർച്ചയായിട്ടും അത്തരം അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും ഒരു മാറ്റമുണ്ടാകും. വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഈ ഒന്നാമത്തെ ചിത്രമായ സ്വർണ്ണ നാണയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഫലം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. നിങ്ങളുടെ പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും എല്ലാം മാറും. തീർച്ചയായിട്ടും വരുന്ന കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളും കഷ്ടതകളും കണ്ണുനീരുകൾക്കുമൊക്കെ ഒരു മാറ്റമുണ്ടാകും. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ സ്വർണ്ണ നാണയം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഇനി രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് വെള്ളി നാണയമാണ്. പല കഷ്ടാനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങളെക്കാൾ ഏറെ സമാധാനമില്ലാത്ത അവസ്ഥകൾ, പലതും കണ്ടും കേട്ടുമൊക്കെ ജീവിതം മരവിച്ചിരിക്കുന്ന ഒരവസ്ഥകൾ.
നിങ്ങൾക്ക് തരാനുള്ള വ്യക്തികൾ പോലും നിങ്ങളോട് അപമര്യാദയായി പെരുമാറുന്ന സാഹചര്യങ്ങൾ, ഉപജീവന സ്ഥലത്ത് എത്രയൊക്കെ കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു ഫലവുമില്ലാതായി പോകുന്ന സമയങ്ങൾ, മാനസികമായ ഒരുപാട് വിഷമങ്ങളാണ്, ശാരീരികമായി അതിലേറെ പ്രയാസങ്ങളുണ്ട്. പലപ്പോഴും ജോലി ചെയ്യുന്ന അവസരത്തിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല തകർച്ചകൾ, അല്ലെങ്കിൽ എത്രയൊക്കെ ആത്മാർത്ഥമായി ഉപജീവന മാർഗങ്ങളെ സമീപിച്ചാലും അവിടെ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾ, മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല, രോഗങ്ങളും പ്രയാസങ്ങളെക്കാൾ ഏറെ മനസ്സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഇക്കഴിഞ്ഞ കാലത്തിലൂടെയൊക്കെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്തൊക്കെ വഴിപാടുകൾ ചെയ്തിട്ടും കഷ്ടതകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയിട്ടും അതിലൊന്നും ഒരു മാറ്റമില്ലാതായി പോകുന്ന സാഹചര്യം. ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഓരോ വ്യക്തികളുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നത്. സ്വന്തം സഹോദരങ്ങൾ പോലും നിങ്ങളുടെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ കഷ്ടതകൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. വളരെയധികം വേദനയോടുകൂടി കടന്നു പോകുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ്. ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതമോ, ഇല്ലെങ്കിൽ സന്താന ഭാഗ്യമോ, അതുമല്ലെങ്കിൽ നല്ലൊരു ഉപജീവന മാർഗമോ, സമാധാനപരമായ ജീവിതമോ ഒക്കെ ആയിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, ഒത്തിരി പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ തകർച്ചകൾ അനുഭവിക്കുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ പേരിലും ഒരു കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകൾ ചുമക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലതും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി കാണുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല വ്യക്തികളെ തിരിച്ചറിയാനും പല സാഹചര്യങ്ങളോട് ഇടപഴകുവാനും ഒക്കെ ഈശ്വരൻ നിങ്ങൾക്ക് പല വഴികൾ കാണിച്ചു തരുന്നുണ്ട്. പലപ്പോഴും നിങ്ങളെ തോൽപ്പിച്ച് കളയുന്ന അനുഭവങ്ങളുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒളിച്ചോടുന്ന അനുഭവങ്ങളുണ്ട്. എന്നിരുന്നാലും എപ്പോഴാണ് നിങ്ങളുടെ ഈ പ്രയാസങ്ങൾക്കൊരു അറുതി വരിക, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമായിട്ട് നയിക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായിട്ടും ഉടനടി തന്നെ നിങ്ങൾക്കും ഫലം ഒരുപാടുണ്ടാകും. ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ നിന്നൊക്കെ ഒരു മാറ്റം കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് സഹായകരമാകും. തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വര സഹായത്താൽ പുതിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരെയും മറ്റു വ്യക്തികളെയും ഒക്കെ ഈശ്വരൻ വളരെയധികം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.